ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോ യൂട്യൂബ് കളഞ്ഞു. അതായത് നമ്മളുടെ മച്ചാൻ്റെ മാലാഖ എന്നുള്ള മൂവിയുടെ റിവ്യൂ ഇട്ടത്, അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കുള്ളതുകൊണ്ടിട്ട് അത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ആക്ച്വലി അവർ റീറ്റെയിൻ ചെയ്തു, പക്ഷെ ഞാൻ അതും ഡിലീറ്റ് ചെയ്തു. ഇനി എന്തിനാ അത് വെറുതെ വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് പോട്ടെ, മൂവി റിവ്യൂസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ബിഗ് ബോസിൻ്റെ സീസൺ 7 ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ മലയാളത്തിലുള്ള എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് ഇടയ്ക്കുള്ള ചില സീസണൊക്കെ ഭയങ്കര നല്ലത്. ഇപ്പോൾ രജിത് സാറിൻ്റെ ആ സീസൺ, അതേസമയം നമ്മുടെ കഴിഞ്ഞ അഖിൽ മാരാറിൻ്റെ സീസൺ അതും നല്ലതായിരുന്നു. എന്നാൽ അതേസമയം ജസ്റ്റ് കഴിഞ്ഞ മുന്നത്തെ സീസൺ എന്നൊക്കെ പറയുന്നത് എന്ത് പരാജയമായിരുന്നു നമുക്കറിയാം. സോ ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ ചില സീസൺ നന്നാവും, ചിലത് മോശമാവും, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനകത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ചില ആൾക്കാർ സേഫ് കളിച്ച് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇവരൊക്കെ എങ്ങനെ ഫിനാലെ വരെ എത്തി എന്നുള്ളത്. സോ ഇത്തവണ മൊത്തം ഒരു അഴിച്ചുപണിയാണ് ബിഗ് ബോസിലുള്ളത്. സോ ലാലേട്ടൻ ഓൾമോസ്റ്റ് നമ്മുടെ തുടരും മൂവിയുടെ ആ ഒരു ഗെറ്റപ്പിലാണ് വന്നത് ഈ പ്രൊമോയ്ക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 4 മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ അത് അപ്ലോഡായിട്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അത് കാണണം. അടിപൊളി എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളി. അപ്പോൾ അതിൻ്റെ അകത്ത് ലാലേട്ടൻ പറയുന്നു എല്ലാവർക്കും പണി വയ്ക്കണം. അതായത് എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നത്, കുണുവാവെന്ന് പറഞ്ഞിട്ടൊരു ഗേള് ഇരുന്നിട്ട് ഒരു മുതലയുടെ വായിക്കകത്ത് ഇരുന്നിട്ട് കരയുമാണ്. സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് മുതലക്കണ്ണീർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്തോ പറഞ്ഞ് കരയുന്നു. അപ്പം പറഞ്ഞു വിക്ടിം കാർഡ് എടുക്കാൻ പറ്റത്തില്ല കുണുവാവ എന്ന് പറഞ്ഞിട്ട് അതൊരു കോമഡി നല്ലൊരു ഡയലോഗായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നന്മമരം കളിക്കുന്നവർക്കെതിരെ, സേഫ് കളി കളിക്കുന്നവർക്കെതിരെ എല്ലാവർക്കിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ സോപ്പിടാൻ നോക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ ഫാൻ ബോയാണ്, അവർക്കിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കിട്ടും നല്ല പണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിം ഓർഗനൈസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ അംഗനവാടി ടൈപ്പ് കളിയാണോ നിങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്, അതും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടനിട്ട് തന്നെ ഒന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നത് അതായത് നമ്മളുടെ ആങ്കർ ചെയ്യുന്ന ലാലേട്ടൻ കോട്ടലിട്ട് വരുന്നു, തുടരും ഗെറ്റപ്പിലുള്ള ലാലേട്ടനാണ് ഇതെല്ലാവർക്കും തലയ്ക്കൊരു കൊട്ട് കൊടുക്കുന്ന മാതിരി പറയുന്നത്. അപ്പോൾ ഈ ആങ്കർ ചെയ്യുന്ന ലാലേട്ടൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് എന്നെയും ഉദ്ദേശിച്ചിട്ടാണോ എന്ന് നോക്കുമ്പം അതെ, എല്ലാവരും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. ഇപ്പം നമ്മളുടെ ആങ്കറായിട്ടുള്ള ലാലേട്ടൻ പറയും ശരിയാക്കാം, എല്ലാം റെഡിയാക്കാം എന്ന് പറയും. സോ ഇത്തവണത്തെ സീസൺ 7 ഐ റിയലി ഹോപ്പ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ വരുന്ന ആളുകളും അതേ സ്പിരിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശരിക്കും എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം പുതിയ എപ്പിസോഡ് വരാനായിട്ട്. ദ ഫസ്റ്റ് സീസൺ ദി ന്യൂ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരിക്കാം. ടിൽ ദെൻ ബൈ.